കിർമാണി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരെ പോകുന്നത് ചുങ്കത്തോട്ടാണ്. ആലപ്പുഴ ചുങ്കം അറിയാത്ത വേറെ ആരുമില്ല. അങ്ങോട്ട് പോകുന്നതിന് പിന്നെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. ചെറിയ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ എടുക്കാൻ വേണ്ട സ്ഥലമാണ്. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കിട്ടിലെ കിർമാണി വ്യൂ ആയിരിക്കും. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം ഞാൻ വന്ന കുറച്ച് ലേറ്റായിട്ടാണ്, ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാകും. പക്ഷേ രാവിലെയൊക്കെ വരുവാണെങ്കിൽ സൺറൈസൊക്കെ കാണാൻ നല്ല കിർമാണി രസമായിരിക്കും കാണാനായിട്ട്. പിന്നെ ഇപ്പം ഇവിടെ നിന്ന് എനിക്ക് വെയിലുകൊള്ളാൻ വയ്യ. എന്തായാലും ഈ വ്യൂസൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തന്നേക്കാന്ന് വിചാരിച്ച്, അതുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പോൾ ഇത്രയും നേരം നിന്നത്. ഒരുപാട് സമയങ്ങളായില്ല, നമുക്ക് പോയിട്ട് ചെയ്യാൻ കുറേ പരിപാടിയുണ്ട്. നമ്മൾ നേരെ പോകുന്ന ചുങ്കത്ത് ഇപ്പോൾ ലാസ്റ്റ് എൻ്റെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പാലം കയറി റൈറ്റ് സൈഡിൽ കാണുന്ന കടയിലാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുത്തെ കുറച്ച് വ്യൂവും കാര്യങ്ങളും കാണിച്ചു തരാം. ഇവിടെ കുറച്ച് കനാലുണ്ട്, കുറച്ച് ബോട്ടുണ്ട്, കാണാൻ നല്ല രസമാണ്. ഈ കടയിലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഞാനവിടെ ചെന്ന് നേരെ ഇരുന്ന് ഈ വ്യൂ കാണാൻ തന്നെ എന്ത് രസമാണെന്ന് നോക്കിയാൽ, ഞാനവിടെ ചെന്നിട്ട് പറഞ്ഞൊരു പഴംപൊരിയും ബീഫും പൊറോട്ടയാണ്. അത് വരാൻ മോനെ കുറച്ച് താമസിക്കുമെന്ന് പറഞ്ഞു ഞാനങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് മുമ്പേ സാധനം കിട്ടിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് വയറ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാതെ കഴിക്കാൻ പറ്റില്ലോ. അങ്ങനെ ആ പഴംപൊരിലോട്ടും പൊറോട്ടയിലോട്ടും ആ ബീഫിൻ്റെ കറി അങ്ങ് തട്ടിയിട്ടുള്ളൂ. എൻ്റെ പൊന്നളിയ ബീഫിൻ്റെ കറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് മൂക്കിലോട്ട് വരുമ്പോഴേക്കും നമ്മുടെ വയറങ്ങ് നിറയും. അതിലൊരു പിടിപിടിച്ചപ്പോൾ എൻ്റെ കൈ പൊള്ളിപ്പോയടാ, എന്ത് ചൂടാറെന്നറിയാവോ, എൻ്റെ ജീവൻ പോയി. അങ്ങനെ അതിലേക്ക് ഒരു പൊറോട്ടയുടെ പീസ് അങ്ങ് പിച്ചി ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ബീഫ് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ബീഫിൻ്റെ കഷ്ണം അങ്ങ് വെച്ച് ആ പഴംപൊരിയും കൂടെ കുറച്ചങ്ങ് വെച്ച് ചുരുട്ടി പിടിച്ചങ്ങ് വായിലോട്ട് വെക്കുമ്പോഴുണ്ടല്ലോ, എൻ്റെ പൊന്നു മോനെ, കാണാത്ത ലോകമൊക്കെ നമ്മൾ കാണും, സ്വർഗ്ഗം വരുന്നു. അങ്ങനെ ഞാൻ ഒറ്റക്കിരുന്ന് കഴിക്കുന്നത് ശരിയല്ലല്ലോ, വേണം നിങ്ങളും കൂടെ കഴിച്ചോ കുറച്ച്. അങ്ങനെ പറയുമെങ്കിലും ഞാൻ നിങ്ങളെ നോക്കിയിരുന്ന് കഴിപ്പിക്കും കേട്ടോ. ആ കഴിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്തോരം എൻജോയ് ചെയ്താൽ ഈ ഫുഡ് കഴിക്കുന്നത്. അതും ഈ ആംബിയൻസിൽ ഇരുന്ന് കഴിക്കുമ്പോണ്ടല്ലോ, ഒരു കട്ടനും കൂടെ പറഞ്ഞാൽ ബീഫിൻ്റെ സ്മൂത്താണ് എനിക്ക് മനസ്സിലാവാത്ത, കിട്ടിലോസ്കി സ്മൂത്തായിരുന്നു കേട്ടോ. ആ ബീഫിലിങ്ങനെ കുറച്ച് പൊറോട്ട, ആ പഴംപൊരി മാക്കാൻ അടിക്കുമ്പോണ്ടല്ലോ, എൻ്റെ മോനെ എനിക്ക് കിട്ടിയ സന്തോഷം. അങ്ങനെ ആ ഫുഡും തീർന്നു. ചായ എടുത്തതിൻ്റെ കനാലിൻ്റെ സൈഡിൽ വന്നിരുന്നു. ഇവിടെ ഇരുന്ന് ഈ ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ, ഇനി വരാൻ പറ്റുന്നതിലും അപ്പുറമാണത്. ഇവിടെ വന്ന് ഈ ചായയും കുടിച്ച് ഇങ്ങനെ ഇരിക്കണം. അത് നിങ്ങൾ എന്തായാലും വന്നതിന് എക്സ്പീരിയൻസ് ചെയ്യുക. ആലപ്പുഴ ചുങ്കത്ത് വന്ന് റൈറ്റ് തിരിയുമ്പോൾ ഫസ്റ്റ് കടയാണിത്. നല്ല അടിപൊളി ഫുഡ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ആംബിയൻസും ആണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലെ കാണാം. ബൈ.